നമസ്കാരം. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസത്തിലേക്ക് ഉണരുമ്പോൾ ജ്യോതിഷത്തെയും അതേപോലെ നമ്മൾ വസിക്കുന്നതായി പ്രപഞ്ചത്തെ ഒരുപാട് വിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജ്യോതിഷത്തിനും വളരെയധികം പ്രാധാന്യം വന്നു ചേരുന്നത്. നാളെ 2026 ജൂൺ മാസം 23 തീയതിയാണ്. ദിവസം ചൊവ്വാഴ്ചയാണ്. മിഥുനമാസം 9 തീയതി. നാളെ പ്രഭാതത്തിൽ അത്തം നക്ഷത്രമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഒരു ഉച്ചയോടുകൂടി 11 മണി കഴിഞ്ഞ് 53 മിനിറ്റോടുകൂടി ചിത്തിര നക്ഷത്രമായിരിക്കും ആരംഭിക്കുക. അതിനാൽ തന്നെ ഇപ്പോൾ നാളത്തെ ദിവസം പൂർണ്ണമായ അല്ലെങ്കിൽ പ്രധാന ഫലങ്ങൾ ചിത്തിര നക്ഷത്രത്തെ ആസ്പദമാക്കിയായിരിക്കും നമുക്ക് പറയുവാനും സാധിക്കുന്നത്. കൂടാതെ നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ദിനത്തിൻ്റെ അല്ലെങ്കിൽ ആ ദിവസ അധിപനായി വരുന്നത് ചൊവ്വയാണ്, അതായത് കുജൻ. കൂടാതെ ചിത്തിരയുടെ ദേവതയായി വരുന്നത് ശില്പിയായ വിശ്വകർമാവ് കൂടിയാണ്. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അല്ലെങ്കിൽ നാളത്തെ ദിവസം ഭാഗ്യം പൂർണ്ണമായി ലഭിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. എന്തുകൊണ്ടാണ് നാളെ ചില നക്ഷത്രക്കാർക്ക് മാത്രം ഭാഗ്യം വരുന്നതെന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും, അല്ലേ? ജ്യോതിഷത്തിൽ ഇതിന് വ്യക്തമായ ശാസ്ത്രീയ ഗ്രഹവിന്യാസ കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് നാളെ ചന്ദ്രൻ കന്നിരാശിയിൽ നിന്നും മാറി തുലാം രാശിയിലൂടെ ആയിരിക്കും സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി വരുന്ന ഇടം കൂടിയാണല്ലോ തുലാം രാശി. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ തൻ്റെ സ്വന്തം മിത്രമായ ഗ്രഹങ്ങളുണ്ട്, ആ ഒരു ഗ്രഹങ്ങളുടെ വീക്ഷണത്തിലായിരിക്കും നിലനിൽക്കുക. അതോടൊപ്പം തന്നെ ബുധനും ശുക്രനും ചേർന്ന് അനുകൂല ഭാവത്തിൽ കൂടി നിൽക്കുന്നതിനാൽ ബുദ്ധിപരമായ കഴിവുകൾ അല്ലെങ്കിൽ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ധനസമ്പാദനം നടത്താനൊക്കെ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ വഴിയൊരുക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇനി ചന്ദ്രൻ്റെ തുലാം രാശിയിലെ സഞ്ചാരം മനസ്സിന് കർത്തവ്യങ്ങൾ ചെയ്യണമെന്നൊരു ബോധം നൽകുകയും കൂടാതെ ചൊവ്വയുടെ കഠിന വീക്ഷണം അവിടെ ഉള്ളതിനാൽ തന്നെ അനാവശ്യ ധീരത അല്ലെങ്കിൽ എടുത്തുചാട്ടം ചില രാശിക്കാർക്ക് ദോഷകരമായ ഫലങ്ങളെ ചെയ്തേക്കാം. അതിനാൽ തന്നെ ഈ ഗ്രഹങ്ങളുടെ പ്രത്യേക വിന്യാസം കാരണം പൂർണ്ണമായ ശുഭഫലങ്ങൾ മാത്രം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെ മാത്രം നമുക്ക് ഇന്ന് നോക്കാം. അതായത് നാളത്തെ ദിവസം ഇതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇവിടെ പൂർണ്ണമായ ശുഭഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കുമ്പോൾ 6 നക്ഷത്രങ്ങളെയാണ് എടുത്തു പറയുവാനായിട്ട് ഉള്ളത്. അപ്പോൾ നാളെ ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം, നമ്മൾ ഓരോ ദിവസവും പ്രപഞ്ചം നമ്മളെ വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ചെറിയ ഗ്രഹമാറ്റങ്ങൾ നമുക്ക് ഗുണമായി വരാതിരിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരിക, അല്ലെങ്കിൽ വിഷമസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായി വരിക. ഏത് മനുഷ്യനായാലും ഓരോ ദിവസവും ശുഭവും അശുഭവുമായ കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. ഇപ്പോൾ നാളെ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി കൂടെയുള്ള ഏറ്റവും ശുഭകരമായ ഫലങ്ങളെന്ന് തന്നെയാണ് പറയേണ്ടത്. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെ തന്നെ നമുക്ക് ആദ്യം നോക്കാം. അതിൽ അശ്വതി നക്ഷത്രത്തിനെയാണ്, മേടം രാശിയിൽ വരുന്ന അശ്വതി നക്ഷത്രത്തിനെയാണ് ആദ്യത്തെ നക്ഷത്രമായി പറയാനുള്ളത്. കാരണം അശ്വതി നക്ഷത്രത്തിൻ്റെ രാശ്യാധിപനായ ചൊവ്വ നാളത്തെ ദിവസത്തിൻ്റെ അധിപനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ കാര്യവിജയം സുനിശ്ചിതമെന്ന് നമുക്കിവിടെ വ്യക്തമായി പറയാനായി സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് കാര്യവിജയം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും തടസ്സം മാറും. അല്ലെങ്കിൽ പ്രധാനമായി പറഞ്ഞാൽ ധനവരവിനെ നമുക്കിവിടെ എടുത്തു കാണിക്കാം. അതായത് ധനപരമായ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങി ആ ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും എന്നതാണ്. ഇനി പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പങ്കാളിത്ത ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതല്ല പങ്കാളിത്ത ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് ലാഭമുണ്ടാക്കാനായിട്ട് സാധിക്കും. ശത്രുക്കളുടെ പ്രഭാവം അല്ലെങ്കിൽ അവരുടെ നീക്കം നമുക്ക് നിഷ്പ്രഭമാക്കാനായി അല്ലെങ്കിൽ ഫലമില്ലാതെ ആക്കാനായിട്ട് സാധിക്കും. ശത്രുക്കൾ, ഏത് മനുഷ്യനും ആരെങ്കിലുമൊക്കെ ശത്രുക്കളുണ്ടാകും. ശത്രുക്കളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു കാലത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ശത്രുക്കളെ നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഒളിഞ്ഞു തിരിഞ്ഞു നിന്ന് അവരെ നമ്മളോട് എങ്ങനെയാണോ കാണിക്കുന്നത് അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നതല്ല, ഗ്രഹങ്ങൾ അതിനുള്ള പണി കൊടുത്തോളം നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നാളത്തെ ദിവസം നിങ്ങളുടെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ നല്ല കാര്യങ്ങളെ ഏതെങ്കിലും ശത്രുതാഭാവത്തോടെ എതിർക്കാനായി ആളുകൾ തുനിയുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് അത് വിനയായി തന്നെ മാറും. അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്ത് ചെയ്യാനാണോ അവർ തീരുമാനിക്കുന്നത് ആ പ്രവൃത്തി ഫലമില്ലാതെ മാറും. എന്തെന്നാൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതിനാൽ നിഷ്പ്രഭമാകും അവർ. അതായത് അവരെന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിനെ ഓർത്ത് നാളത്തെ ദിവസം ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി അടുത്തത് പൂയം നക്ഷത്രമാണ്. കർക്കിടകം രാശിയിൽ വരുന്ന പൂയം നക്ഷത്രക്കാരുടെ കാരണം പറയാം. അതായത് ചന്ദ്രൻ 4ാം ഭാവത്തിൽ നിൽക്കുന്നതും കൂടാതെ ബുദ്ധിയുടെ കാരകത്വം വഹിക്കുന്ന ബുധൻ്റെ അനുകൂല ദൃഷ്ടിയും നിങ്ങൾക്കൊരു വലിയ യോഗം നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് നിങ്ങളുടെ ഉദ്യോഗ രംഗത്ത് അംഗീകാരവും
അല്ലെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നുക, സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകൾ ശ്രമിക്കുക. ഏതായാലും നമ്മൾ പറയാറുണ്ട് ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട്, ചില ദിവസം അങ്ങ് മടുപ്പാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ നാളത്തെ ദിവസം പൂർണ്ണമായി നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കാൻ സാധിക്കുക, ചില ശുഭവാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കുക, ഒരു സന്തോഷം പൂർണ്ണമായി നിങ്ങൾക്ക് കർമ്മവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഉണ്ടാകും. ഇനി വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും അനുകൂലമായ ചില മറുപടികളൊക്കെ ലഭിക്കാനുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു സാധ്യത നാളത്തെ ദിവസം ഗ്രഹങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടാകും. ഇനി കന്നിരാശിയിൽ വരുന്ന അത്തം നക്ഷത്രത്തിനാണ് നാളത്തെ മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത്. കാരണം പറയാം, നാളെ പകൽ നിങ്ങളുടെ നക്ഷത്രത്തിൽ നിന്നും ചന്ദ്രൻ ചിത്തിരയിലേക്ക് മാറുന്നതിനാൽ തന്നെ നിങ്ങൾക്കിവിടെ നക്ഷത്രത്തിൻ്റെ ബലം കൂടി ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കും എന്നതാണ് ഏറ്റവും പ്രത്യേകതയായി പറയാനുള്ളത്. വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീട് കണ്ടെത്തുക അല്ലെങ്കിൽ നല്ലൊരു വാഹനം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് കണ്ടെത്തുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് ഒന്നുമല്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് നാളത്തെ ദിവസം വളരെയധികം അനുകൂലം ഉണ്ടാകുന്നതാണ്. പുതിയ കരാറുകളിൽ എന്തെങ്കിലും പേപ്പർ കാര്യങ്ങളിൽ സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾക്ക് അതിൽ നിന്ന് ഭാവിയിൽ, നാളെ ഒറ്റ ദിവസം കൊണ്ട് നേട്ടമെന്നല്ല, ഭാവിയിൽ നേട്ടമുണ്ടാവും. കാരണം നാളെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വർത്തിക്കുന്നത്. ഇനി വൃശ്ചികം രാശി, തൃക്കേട്ട നക്ഷത്രം. അപ്പോൾ നിങ്ങൾക്കും രാശ്യാധിപനായ കുജൻ നാളെ ഉച്ചയ്ക്ക് ശേഷം ചിത്തിര നക്ഷത്രവുമായിട്ടൊരു സൗഹൃദ ഭാവത്തിലായിരിക്കും വന്നു ചേരുന്നത്. അതിനാൽ തന്നെ നാളെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നത വിജയമുണ്ടാകും. രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പൊതുരംഗത്തോ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ജനപിന്തുണ എന്നതാണ് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. ആ ഒരു ജനപിന്തുണ അതുവഴി, അതായത് വാമൊഴി എന്ന് പറയും, പല ആളുകളിൽ നിന്നുണ്ടാകുന്ന ആ ഒരുപാട് പേര് നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശസ്തി ഉണ്ടല്ലോ, അങ്ങനെ ചില പ്രശസ്തി കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന പൂരാട നക്ഷത്രത്തിനാണ്. കാരണം ഉണ്ട്, പറഞ്ഞു തരാം. അതായത് വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയും തുലാം ചന്ദ്രൻ്റെ ലാഭസ്ഥാനത്തെ ഒരു സ്വാധീനവും കൂടി നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പൂരാട നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിട്ടുമാറാത്തതായ സാമ്പത്തിക പ്രതിസന്ധികൾ വലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് ശാശ്വത പരിഹാരമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇതുവരെ ഉറക്കം കെടുത്തിയിരുന്നതായ ആ കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തി ഒന്ന് സന്തോഷമായി ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലും നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും തിരികെ എത്തുന്നതായ ഒരു ദിവസം കൂടിയായിരിക്കും. ഈ രേവതി നക്ഷത്രക്കാർക്കും ഭാഗ്യസ്ഥാനത്താണ് ഗ്രഹങ്ങളുടെ അനുകൂല മാറ്റം വന്നു ചേരുന്നത്. അതുകൊണ്ട് തൊഴിലന്വേഷിച്ചിറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാളത്തെ ദിവസം നല്ല ഒരു തൊഴിൽ, നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ജോലിയായിരിക്കും. അതായത് ആ ഒരു വലിയ കമ്പനി എനിക്ക് ആ ജോലി കിട്ടുമോ എന്ന് നിങ്ങൾ വ്യസനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ കിട്ടില്ല നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം താഴ്ത്തിക്കൊണ്ടിരുന്നതാണെങ്കിൽ ആ ഒരു ജോലി തന്നെ ലഭിക്കാനുള്ള സാധ്യത. കാരണം നാളെ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടുണ്ട്. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ചില പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ അതിലേക്ക് നോമിനേഷനോ ഒക്കെ വരാനുള്ള സാധ്യതയും നാളത്തെ ദിവസത്തിൻ്റെ ശുഭഫലമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇതിനോടകം ഭാഗ്യ നക്ഷത്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് എന്താ നാളത്തെ ദിവസം പൂർണ്ണമായും മോശമാണോ എന്നാണ്. അതായത് അങ്ങനെയല്ല, ഇതിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. എല്ലാ നക്ഷത്രക്കാർക്കും ഒരേപോലെ തന്നെയാണ് ഗ്രഹവിന്യാസം മാറ്റങ്ങളൊക്കെ തരുന്നതെങ്കിലും ഒരു പൊടിക്ക് ഭാഗ്യം കൂടുതലും അല്ലെങ്കിൽ ഒരു പൊടിക്ക് അല്പം വിഷമഘട്ടങ്ങളൊക്കെ വരേണ്ടതായ സന്ധികളിലൂടെ, അല്ലെങ്കിൽ ഒരു ശരീരവേദനയാണെങ്കിൽ പോലും അല്പം മോശ ദിവസമാണ് എന്ന് നമ്മൾക്ക് പറയുന്ന ചില സന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഗ്രഹങ്ങളുടെ ഈ സ്ഥാനം അനുകൂലമല്ലാത്തതിനാൽ തന്നെ ചില നക്ഷത്രക്കാർ നാളത്തെ ദിവസം അതീവ ശ്രദ്ധ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. നാളത്തെ ദിവസത്തിൽ ആ നക്ഷത്രങ്ങൾ നോക്കിയാൽ ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രക്കാർ നാളെ സാമ്പത്തിക ഇടപാടുകളിൽ അല്പം സൂക്ഷ്മത കൂടുതൽ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം ആർക്ക് നാളെ കടം കൊടുക്കാതിരിക്കുക എന്നതാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഇനി മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് സഹപ്രവർത്തകരുമായി ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. അതിനാൽ തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ദേഷ്യം നിയന്ത്രിക്കുന്നതായിരിക്കും ഉത്തമം. ആയില്യം, മകം, പൂര നക്ഷത്രക്കാർക്ക് നാളെ ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അതായത് കയ്യിലുള്ള രേഖകളൊക്കെ കൃത്യമായി സൂക്ഷിക്കുക. കളവ് പോകാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉത്രം, ചിത്തിര, രേവതി നക്ഷത്രം നിങ്ങൾക്കും സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാളത്തെ ദിവസം, അതായത് സ്വന്തമായി തീരുമാനം എടുത്ത് പണമിടപാടുകളിലേക്ക് കൂടുതൽ ഹ്യൂജ് എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നാളെ അത് കൃത്യത വരുത്തിയിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാരും ബന്ധുക്കളുമായി പണമിടപാടുകളൊക്കെ നടത്തുമ്പോൾ കൃത്യത വരുത്തുക. നമ്മൾ ബന്ധുക്കളുമായി സാധാരണ പണം കൈമാറ്റം ചെയ്യുമ്പോൾ വലിയ ഒരു കൃത്യത വരുത്താറില്ല. കാരണം നമ്മുടെ ബന്ധുവല്ലേ, നമ്മളെ അവർ ചതിക്കില്ല എന്നൊരു തോന്നൽ കൊണ്ട്. പക്ഷേ എപ്പോഴായാലും പണമിടപാടുകൾ ആരുമായി നടത്തിയാലും ഏത് കാര്യം നടത്തിയാലും ഇന്നത്തെ കാലമാണെന്ന് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ
സൂക്ഷിക്കുക. അല്ലാത്ത പക്ഷം കലഹങ്ങൾ വന്നു ചേരുമെന്നതാണ്. അതായത് ₹1 മതി, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൾ തെറ്റിക്കഴിഞ്ഞാൽ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നമുക്കിവിടെ തള്ളിക്കളയാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ജ്യോതിഷത്തിൽ വിധി പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ പ്രവൃത്തിയും എന്നതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം മികച്ചതാക്കാൻ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഞാൻ ഇന്ന് പറഞ്ഞു തരാം. ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ രാവിലെയും വൈകിട്ടും കുളിക്കുക എന്നതാണ്. അതായത് എല്ലാവരും കുളിക്കാറുണ്ട് എങ്കിലും നാളത്തെ ദിവസം നമുക്ക് ശുഭകരമാകാനായിട്ട് കുളിച്ചിട്ട് നിങ്ങളുടെ കൈകൊണ്ട് ഒരു നെയ്വിളക്ക് വീട്ടിൽ തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും അധികം ഉത്തമമാണ്. പിന്നെ പക്ഷിമൃഗാദികൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ അല്പം ഭക്ഷണം കൊടുക്കുകയോ അല്പം ജലം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതും നമ്മുടെ ഗ്രഹദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത കുറയുന്നതിന് ഒരുപാട് നമ്മളെ സഹായിക്കും. നമ്മൾ വിചാരിക്കും കേവലമായിട്ട് ചെയ്ത കാര്യമല്ലേ, പക്ഷേ അത് നമുക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ വരുന്ന ദിനങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഗ്രഹങ്ങൾ നിമിത്തം ഉണ്ടാകുന്നതായ തടസ്സങ്ങൾ മാറുന്നതിന് ഒരുപാട് വഴിയൊരുക്കുന്നതാണ്. ഇനി അനുഗ്രഹം വാങ്ങിക്കുന്ന കാര്യം, അതായത് മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി വീട്ടിൽ നിന്ന് പ്രധാന കാര്യങ്ങൾക്ക് പോവുക, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുക. ഇനി നാളത്തെ ദിവസം ഒരു കാരണവശാലും ജാമ്യം നിൽക്കാനൊന്നും പോകാതിരിക്കുക. അതേപോലെ ഇരുമ്പ് സാധനങ്ങളോ മൂർച്ചയേറിയ സാധനങ്ങളോ ഒന്നും വാങ്ങുന്നത് നാളത്തെ ദിവസത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക. അതായത് നാളെ ചൊവ്വയാണ്. ചൊവ്വയുടെ ദോഷം വരാതിരിക്കാൻ വേണ്ടി ഇരുമ്പ് സാധനങ്ങളൊന്നും ഗൃഹത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നതും വളരെയധികം നിങ്ങൾക്ക് സഹായകമാകുന്നതാണ്. അതോടൊപ്പം തന്നെ അടുത്ത് ദുർഗാദേവി ക്ഷേത്രമുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിലൊക്കെ നാളത്തെ ദിവസം ഒന്ന് ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് സർവ്വ വിഘ്നങ്ങളും നീങ്ങിയിട്ട് സർവ്വകാര്യ വിജയം ലഭിക്കുന്നതിനും വളരെയേറെ സഹായിക്കുന്നതാണ്. അതല്ല ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ദൂരെയാണെന്നുണ്ടെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ദുർഗാദേവിയെ ഭജിക്കുന്നതൊക്കെ വളരെയധികം, അതേപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും മനസ്സിന് വലിയൊരു ആത്മവിശ്വാസം, മനസ്സിന് വലിയൊരു ധൈര്യം, ആരുമില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ അതൊക്കെ മാറി കടുത്ത ദോഷങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും ആ ദോഷങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതിനും വളരെയേറെ സഹായിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം ഏവരുടെയും ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.